ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പോയി കണ്ട ഒരു മൂവിയാണ് തലവൻ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു കിഡിലെ മൂവി. എനിക്ക് ഭയങ്കര ഇതിലാണ് ഇഷ്ടപ്പെട്ടു. കാരണം റീസെന്റ് കണ്ട മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൂവി എനിക്ക് 100% വർക്കായ ഒരു മൂവിയും കൂടിയാണ്. ആൻഡ് ഈ ഒരു മൂവി കണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അത്രമാത്രം ഹാപ്പിയാണ്. അല്ലാതെ ഈ ഒരു മൂവിയിൽ അവിടെ കുറച്ച് വർക്കായില്ല അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം അങ്ങനത്തെ ഒരു തോട്ടും ഇല്ലായിരുന്നു. ഒരു പക്ക കിഡിലെ മൂവി ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ജിസ്ജോയ് ആണ്. കാരണം ജിസ്ജോയ് എന്ന് പറയുന്ന ഡയറക്ടർ നമുക്കറിയാം ഒരു പക്ക ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. സോ അങ്ങനത്തെ ഒരു ഡയറക്ടറിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി വരും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സോ ഈ ഒരു മൂവി എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ടിനെക്കാളും വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. പുള്ളിക്കാരുടെ ഒരു ഫസ്റ്റ് മൂവി ഉണ്ട് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞാൽ. അത് കാണാത്തവരാണ് ജസ്റ്റ് കണ്ടു നോക്കും. അതിലും ഒരുപാട് കിളിപ്പറത്തുന്ന ട്വിസ്റ്റും ഒരു അടിപൊളി മൂവിയും കൂടിയാണത്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ തന്നെയാണ്. കാരണം ഈ മൂവിയുടെ ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം നൈസ് ആണ്. നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്രമാത്രം എൻഗേജിങ് ആണ്. കാരണം മൂവിയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ബിൽഡൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നൈസായിട്ട് മൂവി മുന്നോട്ട് പോകും. ആൻഡ് ആ ഒരു മൂവിയുടെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ പിന്നീട് വേറൊരു ട്രാക്കാണ്. അതായത് വേറൊരു ലെവലോട്ടാണ് ആ ഒരു മൂവി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലുള്ള 2 പോലീസ് ഓഫീസേഴ്സ്, രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം സെയിം ആണ്. ആങ്കർ ഇഷ്യൂസും ഈഗോസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരും. ഇവർ രണ്ടുപേരും റാങ്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഒരാൾ SA, ഒരാൾ CA. സോ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഈഗോയും കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഒക്കെയാണ് മൂവി സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ മുന്നോട്ട് പോകുന്ന ടൈമിലാണ് ഈ രണ്ടുപേരും കണക്ട് ചെയ്തിട്ട് ഒരു മർഡർ നടക്കുന്നത്. സോ പിന്നീട് ഈ ഒരു മർഡറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു മർഡർ ആരാണ് ചെയ്തതെന്നൊക്കെയാണ് ഒരു എൻറ്റയർ മൂവി സംസാരിക്കുന്നത്. ആൻഡ് ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു എൻഡ് വരെ ആ ഒരു എൻഗേജിങ് ലെവലിനെ പിടിച്ചു തന്നെ പോകുന്നുണ്ട്. കാരണം നമ്മൾ പല സമയത്ത് നമ്മൾ ചിന്തിക്കും ഓക്കെ ഇന്ന ആളായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ആലോചിച്ച് ഒരു സെറ്റ് ആകുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും. അതേയല്ല പിന്നീട് വേറൊരു സ്റ്റൈലോട്ട് പോകും. നമ്മൾ വിചാരിക്കും ഓക്കെ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ അല്ലായിരിക്കും. സോ നമ്മൾ പല രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. പക്ഷേ മൂവി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ആ ഒരു മൂവി ചിന്തിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുന്നൊക്കെ. കാരണം അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മൂവിയുടെ എൻഗേജിങ് ഫാക്ടർ പോയിരിക്കുന്നത്. കാരണം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സെക്കൻഡ് പോലും നമ്മുടെ മൈൻഡ് വേറെ അടുത്ത് പോകുന്നില്ല. നമ്മൾ ആ ഒരു ഫുള്ളി ആ ഒരു മൂവി തന്നെ ഇരിക്കും. ആ ഒരു മൂവി നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അടുത്ത് എന്ത് നടക്കും അല്ലെങ്കിൽ അടുത്ത് എന്താണ് റിവീൽ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ അടുത്ത് എന്താണ് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര രീതിയിൽ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്തിരിക്കുക. ആ ലെവലിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം കൂടി മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയണം ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് ആൻഡ് മ്യൂസിക്. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റ് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ഒക്കെ കാണും. അതൊക്കെ ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഭയങ്കര ഫ്രഷ്നെസ് വരുന്നുണ്ട് ഈ ഒരു മൂവിയുടെ എഡിറ്റിംഗിലായാലും സിനിമാറ്റോഗ്രാഫിയിലായാലും എസ്പെഷ്യലി മ്യൂസിക്. കാരണം മ്യൂസിക് ചെയ്തിരിക്കുന്ന ദീപക് ദേവാണ്. നമ്മളൊരു ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവീസിലൊക്കെ കാണുന്ന റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ ഭയങ്കര ഇതിൽ ഇപ്പോൾ ഒരു സീൻ ഒരു റിവീലിംഗ് സീനായിരിക്കും അല്ലെങ്കിൽ വേറൊരു മാസ് സീനായിരിക്കും. സോ ഇതൊക്കെ കാണിക്കുന്നതിന് ഒരു പക്ക ഹൈ ബീമിലോട്ട് കൊണ്ടിങ്ങനെ മ്യൂസിക്കിന് നിർത്തിയിട്ട് പെട്ടെന്ന് സൈലന്റ് ആക്കും അല്ലെങ്കിൽ ഭയങ്കര ഇലക്ട്രോണിക്സും ഭയങ്കര ഇങ്ങനെ ഡും അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഓളായിട്ടൊക്കെ ചെയ്യുന്ന കുറെ സീക്വൻസ് ഒക്കെ നമ്മൾ റീസെന്റ് ഒരുപാട് ത്രില്ലർ മൂവീസിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അതൊക്കെ ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ട് ഒരു പക്ക ഫ്രഷ്നെസ് ആണ്. അതായത് അങ്ങനത്തെ ഒരു ഹൈ ബീമായിട്ട് ഭയങ്കര ഇലക്ട്രോണിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിവീലിംഗ് സീൻ ആയാലും അല്ലെങ്കിൽ വേറൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സീക്വൻസ് ആയാലും ഇങ്ങനെ ഭയങ്കര ഹൈ ബീമിൽ കൊണ്ടുവരുന്നത് പെട്ടെന്ന് കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഭയങ്കര നൈസായിട്ട് ഒരു ലെവൽ പിടിച്ച് തന്നെ പോകുന്നുണ്ട്. അതൊരു പക്ക ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് സിനിമോട്ടോഗ്രാഫി എഡിറ്റിംഗ് വരുന്നത്. അതൊരു ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര കട്ടിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ നോർമലായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഇതിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു മേക്കിംഗ് പ്രസന്റേഷൻ ഒക്കെ. ആൻഡ് ഈ ഒരു മൂവിലെ ക്യാരക്ടറിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഒന്ന് ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി. കാരണം രണ്ടുപേരും തകർത്താടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ലെവലായിട്ടുണ്ട്. ഇപ്പൊ ബിജു മേനോൻ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പോലീസ് ഓഫീസറൊക്കെ ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരുടെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു പക്ക ഈഗോ ഉള്ള അല്ലെങ്കിൽ ഒരു പക്ക സീനിയർ ഓഫീസർ ആണെന്നുള്ള ഒരു തോട്ടൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറഞ്ഞ് പുള്ളിക്കാരിൽ നിന്ന് അങ്ങ് അഴിഞ്ഞാടിയിട്ടുണ്ട്. അത്രയ്ക്ക് കിടലോട്ട് തന്നെ പുള്ളിക്കാരൻ ഒരു ക്യാരക്ടറെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസിഫിക്കിലോട്ട് വരുമ്പോൾ നമ്മൾ റീസെന്റ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ കണ്ടു കാണില്ല. അത്ര പൊളിയായിരുന്നു. അതായത് ചില സീക്വൻസ് ഒക്കെ പുള്ളിക്കാരൻ കാണിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ ലെവലായിരുന്നു. അതായത് ഒരു പോലീസ് ഓഫീസറിനെ പച്ച തെറി വിളിച്ചിട്ട് ഇങ്ങനെ ഇടിക്കാനൊക്കെ നിൽക്കുന്നത് ഒരു പക്ക റോ പോലീസ് ഓഫീസർ എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയും ആസിഫിക്ക് ഒരു രക്ഷയില്ല. കിടിലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ട്. അതായത് ഒരു ചെറുപ്പക്കാരൻ പോലീസിലോട്ട് വരുമ്പോൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് എടുത്തുചാട്ടം, ആങ്കർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഈഗോ അങ്ങനത്തെ അതൊക്കെ വളരെ നൈസായിട്ട് അതായത് ഡയലോഗും കാര്യങ്ങളൊന്നും ഉണ്ട്. ആ ഒരു എക്സ്പ്രഷൻസിലും ആ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും മാത്രമല്ല ഈ ഒരു മൂവിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ സ്പേസ് അവർ അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. കോട്ടൻ നസീർ ഒരു ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതൊക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ എടുത്തു പറയാൻ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ജാഫർ ഇടുക്കി. പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഒരു ക്യാമിയോ പോലെ. പക്ഷെ പുള്ളിക്കാരെ വരുന്ന സീക്വൻസ് ഒക്കെ പറയുന്നത് ഒരു പക്ക സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു സീക്രട്ട്
സീക്രട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കുന്ന എന്തോ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. കാരണം പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറിയും ആ വരുന്ന സിറ്റുവേഷൻ ആ ഒരു എൻ്റയർ സീനും, കാരണം പുള്ളിക്കാരൻ്റെ ഒരു വലിയൊരു സീക്രട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഈ സിനിമയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയണം എത്രയും പെട്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുള്ള ഒരു ആൻസർ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളിക്കാരന് നേരത്തെ അറിയാം. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ റിവീൽ ചെയ്യാതെ ഒരു ഹിഡൻ സീക്രട്ട് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറൊക്കെ എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സും കുറെ കിടിലൻ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. സോ ഓവറോൾ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മൂവിയാണ്. നൈസായിട്ട് തന്നെ മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രൈം ഇന്നോവേഷൻ ജോണർ എന്ന രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ കണ്ടന്റ് എന്താണെന്നൊക്കെയാണ് സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ആ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എൻ്റയർ മൂവിയുടെ ആ ഒരു സ്റ്റൈലും പ്രസന്റേഷനൊക്കെ ഇങ്ങനെ മാറി പക്ക ത്രില്ലിംഗ് ആയിട്ട് പക്ക എൻഗേജിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അത്രമാത്രം ഹാപ്പി ആയിരുന്നു. നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോഴും നമുക്ക് ഒരു തരത്തിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലം കുറച്ചുകൂടി ഓക്കെ ആക്കാം, അങ്ങനെ ഒരു സ്ഥലത്തോടും ഫീൽ ആയിട്ടില്ല. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഞാൻ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. ഒരു പക്ക എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.